നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മാസം ഒരുപാട് ലിമിറ്റഡ് എഡിഷൻ ഫോൺസ് ഇറങ്ങിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ റെഡ്മിയുടെ മിക്കി മൗസ് എഡിഷൻ വരെ വന്നിട്ടുണ്ട്. സോ ഞാൻ പറയുവാണെങ്കിൽ ലിമിറ്റഡ് എഡിഷൻ ഫോൺസ് നമ്മളൊരു സെക്കൻഡറി ഡിവൈസ് കൺസിഡർ ചെയ്യാൻ മാത്രമേ കൺസ്യൂം ചെയ്യാവൂ, അതല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യാവൂ. നമുക്കൊരു കളക്ഷൻ ഹോബി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഫോൺസ് വാങ്ങിക്കാവൂ. ഇതിനൊരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തുകൊണ്ടാണ് ലിമിറ്റഡ് എഡിഷൻ ഫോൺസ് മാർക്കറ്റിൽ ഇറങ്ങുന്നതെന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ അവർ നോക്കുന്നത് മാർക്കറ്റിംഗ് ഏരിയയിലേക്കാണ്. ഒരു ഫോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ഫോൺസ് ഇറങ്ങുന്നത്. അപ്പോൾ റിലീസ് സമയത്ത് ഉണ്ടാകുന്ന ഹൈപ്പിനേക്കാളും കുറച്ചും കൂടെ ഹെഡ്ലൈൻസിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെയും ട്വിറ്ററിലും അതുപോലെ ന്യൂസിലും ഒക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണ് ഈ ഫോൺസിനൊക്കെ കൊടുക്കുന്നത്. ഒരുപാട് അണ്ടർ റേറ്റഡ് ഫോൺസ് തിരിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ലിമിറ്റഡ് എഡിഷൻ സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റിയൽമിയുടെ നിയോ GT നമ്മൾ നോക്കുവാണെങ്കിൽ തിയോറിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ഫോൺസ് വന്നുമ്പോൾ തിരിച്ച് മാർക്കറ്റിലേക്ക് റീ എൻട്രി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ സമയത്ത് അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ പെർഫോമൻസ് താഴ്ന്ന സമയത്താണ് ഇതിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ഫോൺസ് പുൾ ചെയ്തത്. ഫോർ എക്സാമ്പിൾ റിയൽമി നിയോ GT നോക്കുവാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ഡൗൺ ആയിരുന്ന സമയത്താണ് അവർ തോറിൻ്റെ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്നത്. അതുപോലെ തന്നെ കുറേ ലിമിറ്റഡ് എഡിഷൻസ് ആ സെയിം ബ്രാൻഡ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയായിരുന്നു. ഈ ഒരു എഡിഷൻ വന്നപ്പോഴത്തേക്കിനും അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഈ ഫോണിന് തിരിച്ച് മാർക്കറ്റിലേക്ക് ഒരു റീ എൻട്രി ആണ് കിട്ടിയത്. സോ അതുപോലെ തന്നെ ഒരുപാട് ലിമിറ്റഡ് എഡിഷൻ ഫോൺസ് കൊണ്ട് ആ ബ്രാൻഡിന് അവരുടെ ആ ഡിവൈസിനെ തിരിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിമിറ്റഡ് എഡിഷൻസ് പുഷ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഏതിലൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഏതിലും ക്യാരക്ടറിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഏതിലൊരു സൊസൈറ്റിയോ ലൈക്ക് ഒരു ബ്രാൻഡിനെ സമീപിച്ചിട്ടായിരിക്കും നമ്മൾ ലിമിറ്റഡ് എഡിഷൻ ഫോൺസ് കൊണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ കൊക്കക്കോള ഒരു നല്ലൊരു എക്സാമ്പിളാണ്. നമ്മുടെ റിയൽമിയുടെ തന്നെ പുഷ് ചെയ്ത ഒരു ലിമിറ്റഡ് എഡിഷൻ ഫോണായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. സോ അതുപോലെ തന്നെ നമുക്ക് പല പല ബ്രാൻഡ്സുമായിട്ട് കൊളാബ് ചെയ്ത് ലിമിറ്റഡ് എഡിഷൻസ് കൊണ്ടുവരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BTS വരെ ലിമിറ്റഡ് എഡിഷൻ ഫോൺസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സാംസങ് ആയിട്ട്. മിസ്റ്റർ ഊസ് ദ ബോസ് ഒക്കെ വീഡിയോസ് ഒക്കെ ഇട്ടതാണ്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ലിമിറ്റഡ് എഡിഷൻ ഫോൺ നമ്മുടെ ചുറ്റുമുണ്ട്. സോ എന്തുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യാത്തത്? കാണാൻ ഭയങ്കര എലഗൻ്റാണ്, സോഫ്റ്റ്വെയർ ഒക്കെ ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ആനിമേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നുണ്ട്. ഐക്കൺ പാക്സ് ഒക്കെ ഭയങ്കര എലഗൻ്റ് ആണ് സംഭവങ്ങൾ മൊത്തം. സോ എന്തുകൊണ്ടാണ് ഇത്ര നല്ല ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്? ദ തിങ് ഈസ്, ഇത് നമ്മൾ കൈ കിട്ടിക്കഴിഞ്ഞു, ഒരു കൺസ്യൂമറിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞിട്ട് വരുന്ന സപ്പോർട്ട് ലൈക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, അല്ലെങ്കിൽ നമുക്കൊരു പാർട്ട് നഷ്ടപ്പെട്ടു ലൈക്ക് ഒരു കേസ് മേടിക്കണം, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനാണ് ഇതിന് മേജർ ഇഷ്യൂ വരുന്നത്. ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ Redmi 9 Prime എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണിൻ്റെ ഒരു കേസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ വെബ്സൈറ്റിൽ പോലും അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു ലിമിറ്റഡ് എഡിഷൻ ഫോണായിരുന്നു. അതിൻ്റെ ഹാർഡ്വെയർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് Note 9 വെച്ച് നോക്കുമ്പോൾ. ഇതൊരു പ്രൈം എഡിഷനാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ക്യാമറ പമ്പിൻ്റെ ഡിസൈൻ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലിമിറ്റഡ് എഡിഷൻ ഫോൺ നമ്മുടെ പ്രൈമറി ഡിവൈസ് ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഡെയിലി യൂസേജ് ആണ് വരുന്നത്. സോ നമുക്ക് അത്രയും കെയർ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് അതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ലൈക്ക് നമുക്ക് പ്രൈസ് ഒത്തിരി വരുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട് ഒരു നോർമൽ ഫോണും അതിൻ്റെ ലിമിറ്റഡ് എഡിഷനും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും. സോ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഈ ഫോൺ ഇത്ര ഹാർഷ് യൂസിൽ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കിനും നമുക്കതിൻ്റെ ഒരു പ്രൈഡ് നഷ്ടപ്പെടുകയാണ്. നമുക്ക് ആൾക്കാരെ കാണിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ഒരു പ്രൈം ഉദ്ദേശം. പക്ഷേ അത് നമ്മൾ തന്നെ കളഞ്ഞു പൊളിക്കുകയാണ് ഇത് ചെയ്യുന്നതിൽ കൂടെ. സോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഇതിൽ മേജർ പാർട്ട്. നമുക്ക് അറിയാവുന്ന പോലെ ഇതിൽ സെപ്പറേറ്റ് ആനിമേഷൻസും ഐക്കൺ പാക്കും എല്ലാം ഉണ്ട്. ലൈക്ക് ഒരു സെറ്റിങ്സ് ആപ്പ് എടുത്താൽ പോലും അതിൻ്റെതായ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അതായത് ആ കൊളാബിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ്ലി ട്വീക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു OS ആണ് നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ റെഡ്മിയുടെ ഫോൺസൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ സ്വന്തം OS അപ്ഡേറ്റ് പോലും വർഷങ്ങൾ എടുത്തിട്ട് വേണമെങ്കിൽ അപ്ഡേറ്റ് കിട്ടാത്ത ഫോൺസ് ഉണ്ട്. അപ്ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഫോൺ നശിച്ചു പോകുന്ന സിറ്റുവേഷൻസ് വരെ റെഡ്മി ഡിവൈസസിലുണ്ടായിട്ടുണ്ട്. സോ റെഡ്മി ഡിവൈസിൻ്റെ ലിമിറ്റഡ് എഡിഷനെ പറ്റി നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ലിമിറ്റഡ് എഡിഷൻ ഫോൺസിനൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാൻ നല്ലോണം താമസിക്കും. അതിൻ്റെ കൂടെ റെഡ്മിയുടെ പോലത്തെ കമ്പനീസൊക്കെ ഇങ്ങനത്തെ ലിമിറ്റഡ് എഡിഷൻ ഫോൺസ് പുഷ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന് വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. സോ ഇതാണ് ഞാൻ പ്രൈമറിലി പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം ഒരുപാട് പേര് ഇതറിയാതെ ലിമിറ്റഡ് എഡിഷൻ ഫോൺസിൻ്റെ ബ്യൂട്ടി കണ്ട് മേടിക്കുന്നവരുണ്ട്. പക്ഷേ അവർ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ നേരിടുമ്പോഴത്തേക്കിനും അവർ ചെയ്ത അബദ്ധത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ റീസെയിൽ വാല്യൂ ഭയങ്കര കുറവാണ്. ഒരാൾ യൂസ് ചെയ്യാതെ വെച്ച പാക്ക് ലൈക്ക് ഒരു അൺബോക്സ് ചെയ്യാത്തൊരു ബോക്സൊക്കെ ആണെങ്കിൽ നമുക്ക് റീസെയിൽ വാല്യൂ ഉണ്ടെന്ന് പറയാം ലിമിറ്റഡ് എഡിഷൻ ഫോൺസിൻ്റെ കാര്യത്തിൽ. സോ ഇതുപോലെ തന്നെ ഒരുപാട് കൺസ്യൂമർ ടെക് നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ ഇങ്ങനെ ലിമിറ്റഡ് എഡിഷൻ ഫോൺസിൽ പുഷ് ചെയ്യുന്നതിലൂടെ അവർ മെയിൻലി പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന അഡ്വർടൈസിംഗ് ആണ്. ലൈക്ക് ഇപ്പോൾ ഒരു കൊളാബ് നടത്തുന്നത്, ഒരു 2 യൂട്യൂബേഴ്സ് കൊളാബ് നടത്തുന്നത് വൈഡർ ഓഡിയൻസിലേക്ക് എത്തിച്ചേരാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ബ്രാൻഡുകളൊക്കെ കൊളാബ് ചെയ്യുന്നത് ആ ഒരു ഓഡിയൻസിലേക്ക് ഇവരുടെ ബ്രാൻഡിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൽ നിന്നും വേറിട്ട് ചിന്തിക്കുവാണെങ്കിൽ ആപ്പിളിന് ഒരു എക്സാമ്പിളൊക്കെ എടുക്കാൻ പറ്റും. ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് റെഡ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ഈ സീരീസിൽ വരുന്ന പ്രോഡക്റ്റ്സ് എല്ലാം
അവരൊരു ക്യാമ്പയിനായിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പകുതി ഷെയർസും അവർ ഡൊണേറ്റ് ചെയ്യുവാണ്. HIV അതുപോലെ തന്നെ എയ്ഡ്സ് എന്നീ അസുഖങ്ങൾ ഭാഗ്യപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിംഗ് പരിപാടിയായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ പ്രോഡക്റ്റ് റെഡ് എന്ന് പറയുന്ന സീരീസിൽ അവരുടെ ആക്സസറീസും അതുപോലെ തന്നെ ചില ഐഫോൺസ് നമുക്ക് കിട്ടുന്നതാണ്. ഫോണും അതുപോലെ തന്നെ ആക്സസറീസും വാങ്ങിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് സഹായമാണ് ആ ബ്രാൻഡ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിലൂടെ. സോ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ബ്രാൻഡ് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതൊരു ലോങ്ങർ വിഷനിലേക്കാണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്യൂച്ചർ യൂസിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഐഫോണിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല, കാരണം അവരുടെ OS ഏകദേശം സെയിം തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസം ട്വീക്കിംഗ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ റെഡ്മി പോലത്തുള്ള ഡിവൈസസ് പുഷ് ചെയ്യുന്ന ലിമിറ്റഡ് എഡിഷൻ ഫോൺസിൽ അവരുടെ OS കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മിക്കി മൗസ് എഡിഷൻ അല്ലേ, അതിനകത്ത് ചാർജിങ് കേബിൾ കുത്തുമ്പോഴത്തേനും മറ്റേ മിക്കി മൗസിൻ്റെ ലോഗോ ചാർജ് ചെയ്ത് വരുന്നൊരു ക്രൂൾ ആനിമേഷനൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഈ ആനിമേഷൻസ് എല്ലാം ഒരു പ്രത്യേകതര സോഫ്റ്റ്വെയർ ട്വീക്കിങ്ങിലൂടെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് അവർ ഫോക്കസ്ഡ് അല്ലായിരിക്കും. സോ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് മുൻപോട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊരു എന്താ പറയുക മെസ്സേജ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ മലയാളം ടെക് എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ആദ്യമായിട്ട് അപ്പിയർ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ മറ്റൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ. അയ്യോ.